ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിൽ കുരുമുളകെല്ലാം ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു കാടമുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഈ ഒരു കാടമുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 25 കാടമുട്ട പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാടമുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ പുഴുങ്ങിയതിന് ശേഷം കുറച്ച് സമയം പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ട് തോട് പൊളിക്കുകയാണെങ്കിൽ മുട്ടയൊന്നും പൊട്ടിപ്പോവാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോട് കളഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 സവോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും, 20 അല്ലിയോളം വെളുത്തുള്ളി കട്ട് ചെയ്തതും, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ പുഴുങ്ങി റെഡിയാക്കി വെച്ചിരിക്കുന്ന കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കാടമുട്ടയിൽ മുളകും ഉപ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചിട്ടാനായിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. ഏകദേശം ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. സവോളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തേക്കണം. സവോളയും നന്നായിട്ട് വഴണ്ടി വരണം. ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ സവോളയെല്ലാം ഏകദേശം നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സവോള ഇതുപോലെ ഏകദേശം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ തക്കാളിയും ഏകദേശം ഒന്ന് വഴണ്ടി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. നന്നായിട്ട് തന്നെ രണ്ടും വഴറ്റിയെടുക്കുക. ഏകദേശം ഇതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുത്തേക്കണം. അപ്പോൾ നമ്മുടെ പൊടിയിലെ പച്ചമണമെല്ലാം മാറിക്കിട്ടാനായിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ പച്ചമുളകും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുത്തേക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാടമുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊട്ടിപ്പോവാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കാടമുട്ട റോസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്